അവൾ പറയുന്നത് അവളെക്കുറിച്ച് എനിക്ക് എന്തറിയാം, അവൾ പരിവൃതയാണെന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ആണുങ്ങളെ രാത്രി 1 മണി മുതൽ ഈ 5 മണി വരെ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന അവൾ പരിവൃതയാണ്. അവൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിഷ്കാന ചേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. മെമ്പർഷിപ്പ് രാത്രി കാലഘട്ടങ്ങളിൽ മെമ്പർഷിപ്പ് എടുത്ത് വീഡിയോ ചെയ്യുന്ന നിഷ്കാന ചേച്ചി എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ പിടി കിട്ടും. ഞാൻ ഫോട്ടോയും കാര്യങ്ങളും കൊടുക്കാത്തത് ചേച്ചി സ്ട്രൈക്കറിവിടെ. ചേച്ചി എനിക്ക് സ്ട്രൈക്ക് തന്നടേ, പക്ഷെ അവിടെയാണ് ചേച്ചിക്ക് തെറ്റി. ഞാൻ കൗണ്ടർ അടിച്ച് പൊട്ടിച്ചിടേ, അത് വേറൊരു സത്യം. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പം നിഷ്കാന ചേച്ചി ഈ സ്ട്രൈക്ക് അടിക്കുന്നത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ചേച്ചിയുടെ ഫോട്ടോ വീഡിയോ എവിടെയെങ്കിലും ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പം ചേച്ചി സ്ട്രൈക്ക് അടിക്കും. കാരണം ആരും ചേച്ചിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ചേച്ചിയെക്കുറിച്ച് എല്ലാവരും മോശമാണ് പറയുന്നത്. നല്ല കാര്യം പറഞ്ഞ ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിഷ്കാന ചേച്ചിയുടെ ഫോട്ടോ എവിടെ വെച്ചാലും നിഷ്കാന ചേച്ചി കയറി സ്ട്രൈക്ക് അടിക്കും. നിഷ്കാന ചേച്ചി വലിയ ഉള്ളിയാണ്. എന്തായാലും ചേച്ചി ഈ മാതിരി സ്ട്രൈക്കും കാര്യങ്ങളും അടിച്ചുകൊണ്ട് നടക്കുകയാണ് നാട് ഓട്ട നീളമായിട്ട്. അപ്പോൾ ചേച്ചി ആ കൂട്ടത്തിൽ എനിക്ക് വിട്ടൊരു സ്ട്രൈക്ക് താങ്ങിയായിരുന്നു. ഇപ്പോൾ അല്ല, കുറച്ച് നാൾ മുന്നേ, 1 വർഷം മുന്നേ എനിക്ക് ഒരു സ്ട്രൈക്ക് അടിച്ചായിരുന്നു. അന്ന് കൗണ്ടർ അടിക്കാനുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ അങ്ങനെ പോയി. 90 ദിവസം കാത്തിരുന്നാണ് പിന്നെ ആ സ്ട്രൈക്ക് മാറി കിട്ടിയത്. പക്ഷെ ഇപ്രാവശ്യം ചേച്ചി എനിക്ക് സ്ട്രൈക്ക് അടിച്ചപ്പോൾ ചേച്ചി പെട്ടെന്ന് വേറെ ഒന്നുമില്ല, ഞാൻ കൗണ്ടർ അടിച്ച് താനം പൊട്ടിച്ച് എനിക്ക് വീഡിയോ റിട്രീവ് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വീണ്ടും തേഞ്ഞു. സ്ട്രൈക്ക് അടിച്ച് ചേച്ചി വലിയ പുള്ളിയായിട്ട് ഇരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചേച്ചി മെയിൽ അയച്ചു. ഞാൻ നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു. നമ്മളൊരു മാന്യതയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. ചേച്ചി മാസ് പിടിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിടുമോ? പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്താണ്? കൗണ്ടർ അടി. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് പറയാം, അല്ലെങ്കിൽ കൗണ്ടർ അടിക്കത്തുള്ളൂ. അത് ആര് സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് കൗണ്ടർ അങ്ങ് അടിച്ചപ്പോൾ കൗണ്ടർ അങ്ങ് കയറിയപ്പോൾ ചേച്ചിക്ക് അങ്ങ് പൊള്ളി. ചേച്ചി പിന്നെ മെയിലൊന്നുമല്ല എനിക്ക് അയച്ചാൽ, ചേച്ചി എൻ്റെ നമ്പർ എടുത്തിട്ട് ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ച്. നമ്മളൊക്കെ ആരുടെ നമ്മളിപ്പോൾ ഒരു കൗണ്ടർ അടിച്ചു. എന്നിട്ട് ചേച്ചി എന്നെ കുറച്ചങ്ങ് ഉപദേശിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ നിങ്ങൾ എടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങനെ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മെയിൽ അയച്ചെന്ന് നിങ്ങൾ റിപ്ലൈ ഇല്ലായിരുന്നു, ഞാൻ കൗണ്ടർ അടിച്ചു. ഞാൻ വെയിറ്റ് ചെയ്തു, ഒരു ദിവസം വെയിറ്റ് ചെയ്തു, ഇല്ല കൗണ്ടർ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ചു. ഈ കൗണ്ടർ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ നുള്ളിപ്പറക്കിയിട്ട് അടിക്കുന്നതല്ല കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് അടിക്കുന്ന സാധനമാണ്. 10,000-2,000 പൊട്ടിച്ചിട്ട് തന്നെയാണ് ഞാൻ കൗണ്ടർ അടിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ചേച്ചി ചുമ്മാ വന്നിട്ട് അങ്ങ് കൗണ്ടർ പിൻവലിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുക്കരുത്, എൻ്റെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ സാമൂഹ്യ സേവനോ അല്ലെങ്കിൽ നല്ലൊരു കാര്യമൊന്നും അല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി അമ്മാതിരി അപരാധമാണ് യൂട്യൂബ് വഴി പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു പിള്ളേരടക്കം കാണുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പച്ച അപരാധം കാണിച്ച് ആണുങ്ങളെ വശീകരിച്ച് കൊച്ചു കുട്ടികളടക്കം വഴിതെറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരെ മോശമായ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത്. ഓരോ മനുഷ്യരും, ഓരോ വ്യക്തികൾ അങ്ങനെ പ്രതികരിക്കുന്ന എല്ലാവർക്കും കൂടിയിട്ട് നിങ്ങൾ സ്ട്രൈക്കും താങ്ങി കൊടുത്തിട്ട് വലിയ പോലെ കയറി ഇരിക്കാനാണെങ്കിൽ നടക്കത്തില്ല ചേച്ചി. കൗണ്ടർ രാജാവാണ് നമ്മളെ ടീം എന്ന് നിങ്ങൾ പിന്നെ വഴിയെ മനസ്സിലായിക്കോളും. കുറച്ച് കൗണ്ടർ അങ്ങോട്ട് നിങ്ങൾ സ്ട്രൈക്ക് അടിക്കുന്നവർ കുറച്ച് കൗണ്ടറെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങളുടെ ചാനൽ അങ്ങ് പൂട്ടിക്കെട്ടും. അപ്പോഴും നിങ്ങൾ അങ്ങ് പഠിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും നിങ്ങൾ സ്ട്രൈക്ക് അടിക്കാനുള്ളതൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. 10 പൈസ മുടക്കി തന്നെയാണ് കൗണ്ടർ അടിക്കുന്നത്. അതിനുള്ളൊരു ദണ്ണം ഉണ്ടെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. പിന്നെ നിങ്ങൾ കൗണ്ടർ അടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് യാചിക്കുന്നതിൽ ഭേദം ഞാൻ കൊടുക്കുന്ന പൈസ എനിക്ക് ഇങ്ങ് തന്നാൽ മതി, ഞാൻ അത് കൊടുത്തിട്ടാണ് പിൻവലിച്ചു തരാം. എനിക്ക് അതല്ല, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. കാരണം ഞാൻ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുന്ന പൈസയല്ല. അപ്പോൾ ആ പൈസയിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ ദണ്ണമുണ്ട്. അപ്പം നിങ്ങൾ ആ പൈസ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ഉറപ്പിക്കുക. അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ വന്നിട്ട് കൗണ്ടർ അങ്ങോട്ട് കയറിയപ്പോൾ അങ്ങോട്ട് പൊള്ളിയല്ലേ, കുറച്ച് കൗണ്ടർ കയറുമ്പോൾ ചാനൽ പോകുന്നുള്ള വിചാരം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് പൊള്ളിയപ്പോൾ നൈസായിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വിളിച്ച് അല്ല കൊള്ളാം. എന്തായാലും നിഷ്കാന ചേച്ചി അവിടെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നിഷ്കാന ചേച്ചി സ്ട്രൈക്ക് കൊടുത്ത് ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. കാരണം മുന്നേയും കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ വേറൊരു ലേഡിക്ക് കൊടുത്തിട്ട് അവർ ഭയങ്കരമായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ട്. നിഷ്കാന ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണല്ലോ, നല്ല പച്ച പരിപാടിയല്ലേ ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് കാണിക്കുന്നത്. നിങ്ങൾ കാരണം എത്ര പിള്ളേരുടെ വഴിതെറ്റി പോകുന്നത്. നിങ്ങൾ ഒരു സ്ത്രീ കാരണം നാളെ വളർന്നു വരുന്ന കൊച്ചു പെമ്പിള്ളാരടക്കം നിങ്ങളെപ്പോലെ ഇമാതിരി രീതിയിലൊക്കെ ഫേമസ് ആയാൽ മതി എന്ന് ഏതെങ്കിലും പെമ്പിള്ളാർ ചിന്തിച്ച് അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോന്ന് നമ്മുടെ നാടിന് എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങൾക്കൊക്കെ വേറെ നിങ്ങളുടേതായ അമ്മാതിരി പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും ഇല്ല. അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് വീഡിയോ ചെയ്താൽ പോലും എന്തിനാണ് ഈ മാന്യമായ പ്ലാറ്റ്ഫോമുകൾ നശിപ്പിക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം നിലയും വിലയും കളഞ്ഞു സ്വന്തമായിട്ട് 2 മക്കളൊക്കെ ഇല്ലേ, അതിൻ്റെ ചിന്തയെങ്കിലും വേണ്ടേ? എന്തിനാ ഇങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ 1 ഒരു പെൺവാണിഭക്കാരിയായ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് തോന്നിയ കാര്യം, അതായത് ഞാൻ പറഞ്ഞതിൽ യാതൊരു വിധ തെറ്റുമില്ല. കറക്റ്റ് ഓൺലൈനായിട്ട് പെൺവാണിഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ 1 തരികിട പിഴച്ചൊരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ഒരു മതത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ കയ്യിലിരിപ്പുണ്ടാവണം, ഇവരുടെ ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്. 2 മക്കൾ ഇവർക്കുണ്ട്.
ആണിനാണും പെണ്ണിന് പെണ്ണുമായിട്ട് ഇവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഓൺലൈൻ, അതായത് യൂട്യൂബിൽ ഇവർക്ക് 2-3 ചാനലുകളുണ്ട്. അതിൽ ഇവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവാണ് ഇവരുടെ മെയിൻ പരിപാടി. ലൈവ് എന്ന് വെച്ചാൽ വെറും ലൈവല്ല, മെമ്പർഷിപ്പ്. അങ്ങോട്ട് പൈസ കൊടുത്ത് കയറി കാണണം ഇമാതിരി. പിന്നെ എനിക്ക് ഒരു കാര്യം പറഞ്ഞ് എൻ്റെ പൊന്നടാവ ഇടയാ, ഇതൊക്കെ പോയി കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല നല്ല വീഡിയോസ് നിനക്കൊക്കെ അതിൻ്റെതായ സൈറ്റുകളിൽ പോയി കണ്ടുകൂടെ? ഇതിനെയൊക്കെ എന്തിനാടാ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ വളർത്തി വിടുന്നതും? ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും കാര്യങ്ങളുമാണ് ഇതിനൊക്കെ. എന്തിനാടാ ഇങ്ങനെ വളർത്തി വിടുന്നത്? നിനക്കൊക്കെ എല്ലാവർക്കും വികാരവും കാര്യങ്ങളൊക്കെ ഉള്ളതിന് അതിൻ്റെതായ സൈറ്റുകളിൽ പോയിട്ട് വീഡിയോ കാണണ്ടേ? കൊച്ചു പിള്ളേരടക്കം നാളെ വളർന്നു വരുന്ന തലമുറ അടക്കം വഴി തെറ്റിക്കുന്ന ഇമാതിരി ആരുടെ വീഡിയോ പോയി എന്തിന് കണ്ട് സപ്പോർട്ട് ചെയ്ത് അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്ത് സബ്ബും ചെയ്ത് എന്തിനാണോ നടക്കുന്നത്? അന്തസ്സായിട്ട് നല്ല നല്ല സൈറ്റുകളിൽ പോയി കാണും. അതിൽ അന്തസ്സുണ്ട്. ഇമാതിരിയുള്ള സാധനത്തിന് നാളെ നിങ്ങളുടെ മക്കളും ഇതൊക്കെ കണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് സൊസൈറ്റിയിൽ വളർത്തി വിട്ട് കഴിഞ്ഞാൽ, ഇതിനെയൊക്കെ കണ്ട് വളർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതൊക്കെ ഒന്ന് ചിന്തിക്കും. പിന്നെ അതുപോലെ ഇതിനെയൊക്കെ പിടിച്ച് ഉദ്ഘാടനം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലം. ഇതുപോലത്തെ മറ്റേ നിളാ നമ്പ്യാറിനൊക്കെ കണ്ടില്ല, എടുത്ത് ഉദ്ഘാടനം കൊടുത്തിരിക്കുകയാണ്, പ്രൊമോഷൻ കാര്യങ്ങൾ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വൃത്തികെട്ട സൊസൈറ്റി ആയിക്കൊണ്ടിരിക്കുന്നല്ലോ നമ്മളെ സൊസൈറ്റി എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛോടെ എനിക്ക് തോന്നുന്നത്. അയ്യേ, അതായത് ഇവരെ കണ്ട ചക്കപ്പോത്ത് കണക്ക്. ചക്കപ്പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. തേങ്ങ പോലത്തെ ഒരു മോന്തയുണ്ട്, പിന്നെ വേറെ 2 മത്തങ്ങ പോലത്തെ 2 സാധനവും ഉണ്ട്. അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ ആണുങ്ങളൊക്കെ വശീകരിക്കുന്നത്. ബോഡി ഷേമിങ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആദ്യം പറയുമ്പോൾ ഒരാൾ നമ്മളെ ശരീരത്തിന്റെ ഇത് വെച്ചിട്ട് കളിയാക്കുന്ന എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഞാൻ ആ ക്ലിപ്പും കൂടി ഇതിൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. നമുക്കൊരാൾക്ക് ദേഷ്യമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ബോഡി ഷേമിങ് ചെയ്ത് സംസാരിക്കരുത്. അത് ശരിയല്ല. അത് എനിക്ക് ഈ ലേഡി അടുത്തും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ബോഡി ഷേം ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കരുത്. നമ്മൾ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും, നമ്മളെ കൂട്ടുകാരെ അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ മറ്റാളെ ചീത്തയും വിളിച്ചിരിക്കും. പക്ഷെ ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരാളെയും ബോഡി ഷേമിങ് ചെയ്ത് സംസാരിക്കരുത്. ഓക്കെ. അപ്പോൾ ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ വരിക. ലൈവിൽ വന്നിട്ട് ഇവർ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇവർ പലതും കാണിച്ച് ആണുങ്ങളെ വശീകരിക്കുന്നു. എന്നിട്ട് ഇവരുടെ ചാനലിലേക്ക് ഇവരുടെ എന്താ പറയുക, കൂടുതൽ വീഡിയോസ്, ഹോട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും അങ്ങനെ ലൈവ് കാണാൻ പറ്റത്തില്ല. അതിന് ലൈവ് കാണണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ചെയ്യണം. അതായത് പൈസ കൊടുത്തിട്ട് അതിന് വേണ്ട ഒരു മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇവരുടെ ഹോട്ടായിട്ടുള്ള ലൈവുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ത്രീയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് എടുപ്പിക്കുക. ആണുങ്ങളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു. എന്നിട്ട് രാത്രി 1 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയാണ് ഇവരുടെ ഹോട്ട് ലൈവ് നടക്കുന്നത്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത് പല റേറ്റാണ്. അതായത് റേറ്റ് കൂടുന്നതനുസരിച്ച് കാണിക്കുന്നതിൻ്റെ ഒരു ഇതും കൂടും. അപ്പോൾ അവരുടെ 200 സംതിങ്, 299, 399 അങ്ങനെ റേറ്റുകൾ കൂടുന്നതനുസരിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കും കേട്ടോ. ഇത് മാത്രം എന്തുവാടാ ഇവിടെ ഇത്രയും ഫ്രസ്ട്രേഷൻ പിടിച്ച് ഓരോരുത്തന്മാർ കിടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലത്തെ സാധനം കണ്ടാൽ ലൈവ് പോയിരുന്ന് കാണാൻ കുറച്ച് ഉളുപ്പ് വേണ്ടേ? എടേ സത്യം പറഞ്ഞ് ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്ത് വിടല്ലേ? എല്ലാവരും ഉണ്ടേ, എനിക്കും ഉണ്ടേ വികാരം. നമുക്ക് അതിൻ്റെതായ സൈറ്റുകളിൽ നിങ്ങൾ പോയി കാണുക. അത് ഒരു അന്തസ്സുണ്ട്. 18+ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ സൈറ്റുകളിൽ പോയി കാണണം. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിടരുത് ദയവ് ചെയ്ത്. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊന്നും ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്ത് വിടരുത്. നാളെ നമ്മുടെ സൊസൈറ്റിക്ക് ആപത്താണ്ടേ. നമ്മളെ സൊസൈറ്റി ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇതൊക്കെ അവസാനം ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇമാതിരി സെറ്റപ്പ് ആകുമ്പോൾ നാളെ ഇത് കണ്ട് പെൺകുട്ടികൾ ഉറപ്പായിട്ട് ഇറങ്ങും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇമാതിരി സെലിബ്രിറ്റി സ്റ്റാറ്റസും കിട്ടും, പബ്ലിക് അക്സെപ്റ്റും ചെയ്യും, ഉദ്ഘാടനവും കിട്ടും, വലിയ റിച്ചും ആവും എന്നുള്ളൊരു മെന്റാലിറ്റി കുട്ടികളിലേക്ക് എത്തും ഓട്ടോമാറ്റിക്കലി. അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമാതിരി സ്കോപ്പറായം കാണിക്കുന്ന ഇമാതിരി പ്രവർത്തികൾ കാണിക്കുന്ന ഒരുത്തികളെ സപ്പോർട്ട് ചെയ്യരുത്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ ചാനൽ ഇവളുടെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ട് അതിൽ ഇവളുടെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് അവൾ സ്ട്രൈക്ക്, എൻ്റെ ആ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് തന്നു. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ ലൈവിൽ ചെന്നിട്ട് അവളുടെ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ആ വീഡിയോ റിമൂവ് ആക്കാം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ചാനൽ സ്ട്രൈക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കാല് പിടിച്ചു. അപ്പോൾ അവളെന്നെ അപമാനിച്ചു. അവളുടെ ലൈവിൽ വെച്ചിട്ട് അവൾ ഒരുപാട് എന്നെ അപമാനിച്ചു. അവളുടെ ലൈവിലുണ്ടായിരുന്ന കുറേ ചീത്തയും തെറിയൊക്കെ എന്നെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇന്നലെ ഞാൻ അവളുടെ ലൈവിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചത്. ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കുന്നതായില്ല. കാരണം എന്തായാലും അവളെക്കുറിച്ച് ഞാൻ ചെയ്ത അവളുടെ ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് അവൾക്ക് എനിക്ക് സ്ട്രൈക്ക് തരാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഞാൻ അവളെക്കുറിച്ച് ചെയ്ത ആ ഒരു വീഡിയോ അതിനെന്തായാലും അവൾ സ്ട്രൈക്ക് തന്നു. അതിൽ കൂടുതലൊന്നും എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു, ഞാൻ എന്തായാലും തോറ്റു കൊടുക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇനി പൊരുതി തന്നെ മുന്നോട്ട് തന്നെ ഞാൻ പോകും. ഇനി കൂടുതൽ വേറെ വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഞാൻ ഇവളെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവളുടെ ലൈവിലുണ്ടായിരുന്ന കുറേ പ്രാന്തന്മാരും കുറേ ഞരമ്പ് രോഗികളും കുറേ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ അമ്മമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇവളേതാണ്, ഇവിടെ ചാനൽ പൂട്ടിക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പാണ്. പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സൈക്കടിച്ച് നമുക്ക് വിഷയമുള്ള ഏതൊന്നുമില്ല, നമ്മളെ കൗണ്ടർ അടിച്ച് പൊട്ടിക്കുക, അത് വേറെ സത്യം. നമുക്ക് അതിനുള്ള പരിപാടി നമുക്ക് എല്ലാവരും അറിയാം. അത് വിഷയമുള്ള കേസല്ല. അപ്പോൾ ഇവർക്ക് കൗണ്ടർ അടിയും പരിപാടികളൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും എന്ന്. പിന്നെ ഞാനും എൻ്റെ ഒരു മാന്യതയ്ക്ക് ആദ്യം കൗണ്ടർ അടിക്കും മുന്നേ ഞാൻ അവർക്ക് മാന്യമായ രീതിയിൽ മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയാണ്, നിങ്ങളുടെ കണ്ടൻസ് ഒന്നും ഇനി എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പുച്ചോടെ നമ്മളെ ഇനി നിങ്ങൾ എടുക്കത്തില്ല ഒരു സെഡ് ഇമോജിയൊക്കെ ഇട്ട് തന്നെയാണ് അയച്ചത്. മാന്യത. അവരെ വിചാരം അതൊക്കെ കാണുമ്പോൾ അവൻ പേടിച്ച് എന്നായിരിക്കും. അല്ലടേ, നമുക്ക് കൗണ്ടർ അടിക്കാൻ അറിയാം.
ഇന്നും ഇന്നലെയൊന്നും അല്ല സ്ട്രൈക്ക് കിട്ടുന്നത്. കിട്ടിയിട്ടുള്ള സ്ട്രൈക്കുകൾക്ക് എല്ലാം കൗണ്ടർ അടിച്ച് പൊട്ടിച്ചിട്ടുമുണ്ട്. പിന്നെ ആദ്യം മാന്യത എന്ന് പറയുന്ന ഒരു സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മെയിൽ അയക്കും. അത് നമ്മുടെ ഒരു ഇത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ആ ഒരു രീതിയിൽ അയക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ അയച്ചാണ് അയ്യവൻ പേടിച്ച്. ഇവിടെ ഒരിക്കലും അല്ല എനിക്ക് കൗണ്ടർ അടിക്കാറ്. നിങ്ങൾ ഏത് സ്ട്രൈക്ക് അടിച്ചാലും എവിടെ കൂടി അടിച്ചാലും കൗണ്ടർ അടിക്കും, അത് വേറെ സത്യം. പിന്നെ പിന്നെ അവൾ പറയുന്നത് അവളെക്കുറിച്ച് എനിക്ക് എന്തറിയാം, അവൾ പരിവൃതയാണെന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ആണുങ്ങളെ രാത്രി 1 മണി മുതൽ ഈ 5 മണി വരെ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന അവൾ പരിവൃതയാണ്. അവൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമാണ്. അവൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെയും എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ ആരെയും കുറ്റം പറയാറില്ല. പിന്നെ എന്നെ എന്തിന് നീയൊക്കെ കുറ്റം പറയണം? നിന്നെ കുറ്റം പറയണമെങ്കിൽ നീ കാണിക്കുന്ന പ്രവൃത്തി, നീ നിന്റെ സുഖത്തിനും നിന്റെ കാശിനും നിന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന തലമുറ. നിന്റെ ചാനലിൽ ഈ മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് കാണുന്നത് ഒരു പക്ഷേ കൗമാര പ്രായക്കാരുണ്ടാവാം, ഒരു പക്ഷേ ഭർത്താക്കന്മാരുണ്ടാവാം, അപ്പാപ്പന്മാരുണ്ടാവാം, കിളവന്മാരുണ്ടാവാം. നീ അത് കാണിച്ചിട്ടാണ് ഇത്രയും ആളുകൾ നിന്റെ ഈ വശീകരണ മന്ത്രത്തിൽ വീണ് അവർ മെമ്പർഷിപ്പ് എടുത്ത് നിന്റെ ഇത് കാണാൻ വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു സ്ട്രൈക്ക് തന്ന് എന്നെ ഒതുക്കാൻ നീ വിചാരിക്കേണ്ട. ആ ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധി 3 മാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ സ്ട്രൈക്ക് കൊണ്ട് പോകും. അപ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ്. പക്ഷേ എന്തായാലും ഈ ഒരു വിഷയം അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ചാനൽ പോയാലും അടുത്ത ചാനൽ ഞാൻ തുടങ്ങിയിട്ടും ഇവക്കിട്ട് ഞാൻ പണിയും. കാരണം ഞാൻ അത്രത്തോളം ഞാൻ ഇന്നലെ വിഷമിച്ചു. കാരണം ഞാൻ നിന്റെ കാല് പിടിച്ച് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞാൽ, നിന്റെ ലൈവിൽ വന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നിന്റെ ലൈവിൽ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ ഇനി വരത്തില്ല, നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞു, നീ എന്നെ ആട്ടിനി. അപ്പം ഞാൻ നിന്റെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുമ്പോൾ നീ അവരുടെ മുന്നിൽ കാല് പിടിക്കാൻ പോയതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. ഞാനും പറഞ്ഞില്ല, എൻ്റെ ഒരു മാന്യതയിൽ ഞാനൊരു മെയിൽ അയച്ചു. അല്ലാതെ തെറ്റായിട്ടൊന്നും കാണണം. നമുക്കൊരു സ്ട്രൈക്ക് കിട്ടുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊന്നും ആയ നമ്മുടെ കൂടെ കാണത്തില്ല. അത് നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ചാനലിൽ പോയാൽ നമുക്ക് തന്നെയാണ് റിസ്ക്. അപ്പോൾ സ്ട്രൈക്ക് വന്നതിൽ നിങ്ങൾ കാല് പിടിക്കാൻ പോയാലും ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. അത് നമുക്ക് ആ വിഷമം മനസ്സിലാവും. ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ കൗണ്ടർ അടിയും പരിപാടികളെല്ലാം നമുക്ക് തെറ്റായതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഏവള് സ്ട്രൈക്ക് അടിച്ചാൽ നമ്മൾ തിരിച്ചടിച്ച് പൊട്ടിക്കൂടെ, അത് വേറെ സത്യം. അതിപ്പോൾ ഒരു പ്രപഞ്ച സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാട്ട് എവർ. കൗണ്ടർ എന്ന് പറയുന്ന സാധനം അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് തിരിച്ചു കിട്ടും. എനിക്ക് അങ്ങനെയുള്ള അടിച്ച സ്ട്രൈക്കിൽ എനിക്ക് തിരിച്ച് വീഡിയോയും കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇവളെന്നെ എനിക്ക് റിട്രാക്ട് ചെയ്ത് തന്ന് കൗണ്ടർ അടിച്ചതിന് ശേഷം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഉടക്കിയാണ് ഈ സാധനം അടിച്ചിട്ടുള്ളത്, അല്ലാതെ ഞാനത് പിൻവലിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് വീഡിയോ റിട്രീവ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറേ കൗണ്ടറുകൾ ഇതുപോലെ സ്ട്രൈക്ക് അടിച്ചിട്ടുള്ളവർ കുറേ കൗണ്ടറുകൾ അടിച്ച് കയറ്റി കൊടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവളുടെ ചാനൽ തന്നെ പോകും. അത് വേറൊരു സത്യമാണ്, പ്രപഞ്ച സത്യം. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൗണ്ടർ അടിച്ച് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയല്ലേ ഞാൻ പൈസ കൊടുത്താണ് അടിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എൻ്റെ അടുത്ത് വേറൊരു ലേഡി വന്നിട്ട് ഇതുപോലെ കൗണ്ടറിൻ്റെ കേസ് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തിട്ടാണ് അടിക്കണതെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവരുടെ ഒരു വീഡിയോയിൽ പിന്നെ വന്നിരുന്ന അവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ അടുത്ത് ഇതുപോലെ സ്ട്രൈക്കിൻ്റെ കേസ് മാറ്റി തരുന്ന കേസ് ചോദിച്ചു പോയപ്പോൾ പൈസ ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കേസിൽ ഇടപെടാറില്ല. ഞാൻ പൈസ ചോദിച്ചെന്ന്. പിന്നെ എനിക്കെന്തിനാ, ഞാൻ ഈ പറയുന്ന പോലെ പൈസ കൊടുത്തിട്ടാണ് കൗണ്ടർ അടിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ മുട്ടിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായതിനു ശേഷം ഞാൻ ആർക്കും അങ്ങനെ ആളെ മുട്ടിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ അത് നിർത്തിയ പരിപാടി. വിഷയത്തിലോട്ട് വരാം. ചേച്ചി, നിങ്ങൾ കാണിക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ. കുട്ടികളടക്കം വഴിതെറ്റിക്കുന്ന, അല്ലെങ്കിൽ വീടുകളിൽ അടക്കം ഓരോരുത്തരെയും വഴിതെറ്റിച്ച് തൊലച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെറും സമൂഹത്തിന് ആപത്തായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ. അത് കാലക്രമേണ സൊസൈറ്റി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിൽ കുറേ പേര് അവരുടെ ഈ വീഡിയോ കാണാനും മറ്റെന്തൊക്കെ കാണാൻ വേണ്ടി കിടുതാപ്പുകൾ കാണാൻ വേണ്ടി അവിടെ കിടന്ന് മെഴുകുന്ന കുറേ ടീംസ് ഉണ്ട്. അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. നിന്റെയൊക്കെ ജീവിതമാണ് നശിപ്പിച്ച് കളയുന്ന, അതുപോലെ വരുന്ന പുതിയ തലമുറയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെയൊക്കെ ആടി ഓടിക്കണം. ഒരു തരത്തിലും നമ്മളെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യരുത്. മാറ്റി നിർത്തണം. നമ്മളെ സൊസൈറ്റി അകറ്റി നിർത്തണം. ഒരു രീതിയിൽ ഇതിനെയൊന്നും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറും. പ്രത്യേകിച്ച് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത്യാവശ്യം മാന്യതയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്ന് ഇമ്മാതിരി പേക്കൂത്തുകൾ കാണിച്ച് നശിപ്പിക്കരുത് ഈ പ്ലാറ്റ്ഫോമിന് എന്ന് എനിക്ക് ഒന്ന് പറയാനുള്ളത്. എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് നിർത്തി വേറെ ഏതെങ്കിലും ടാങ്കോല വാങ്കോല വല്ലതും പോയി കിടന്ന് കളിക്കും. ഇവിടെ വന്ന് കിടന്ന് കളിക്കാതെ.